സർ, നിമിഷപ്രിയയുടെ വധശിക്ഷ തൽക്കാലം റദ്ദു ചെയ്യുന്നുവെന്ന് യമൻ കോടതിയുടെ ഉത്തരവ് കഴിഞ്ഞ ദിവസം വന്നു. പക്ഷേ ഈ നിമിഷം എല്ലാവരും പുകഴ്ത്തി പാടുന്നത് കാന്തപുരത്തെക്കുറിച്ചാണ്. അതിനിടയിൽ മാധ്യമങ്ങൾ പലരും കാണാതെ പോയ ഒരു മനുഷ്യനുണ്ട്, ചാണ്ടി ഉമ്മൻ. ഉമ്മൻചാണ്ടി സാർ ആ അവസാന നിമിഷങ്ങളിൽ പോലും നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇടപെടുന്നത് നമ്മളൊക്കെ കണ്ടതാണ്. ശബ്ദം നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹം ഫോൺ വഴി നിമിഷപ്രിയയ്ക്കായി ആരോടോ സംസാരിക്കുകയാണ്. അതേ വഴി തന്നെ ചാണ്ടി ഉമ്മനും തുടരുന്നു. കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങൾക്ക് മുൻപ് ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ ചാണ്ടി ഉമ്മനും അമ്മയും, അതായത് ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും കൂടി ചെന്ന് കണ്ടിരുന്നു. ഇത്തരത്തിൽ ചാണ്ടി ഉമ്മന്റെ ഇടപെടലുകൾ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നു. കാന്തപുരത്തിന് ലഭിക്കുന്ന വാഴ്ത്തുപാട്ടുകൾ ചാണ്ടി ഉമ്മന് ലഭിക്കുന്നില്ല. അപ്പോഴും വളരെ നിസ്വാർത്ഥമായി തന്റെ സേവനം നിമിഷപ്രിയയെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടി അദ്ദേഹം തുടരുകയാണ്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഒരു ഗുണം അദ്ദേഹത്തിന് ഉണ്ടാവുമല്ലോ. കാരണം ഈ ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന MLA അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്, അദ്ദേഹത്തെ രാഷ്ട്രീയപരമായിട്ട് പരിശോധിക്കുമ്പോൾ അയാൾ ഒരു ആ ആ മറ്റ് പല രാഷ്ട്രീയ നേതാക്കളുടെ മക്കളുടെ കൂട്ട് അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ള രീതിയിൽ എങ്ങും ഒരു മാധ്യമത്തിന്റെ മുമ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ഷൈൻ ചെയ്യാൻ നിന്നിട്ടുള്ളതായിട്ട് നമ്മൾക്ക് ആർക്കും നോക്കിക്കാണാൻ സാധിക്കുന്നില്ല. അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ മകനായിരുന്നു, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാകുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ കേരളത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയുള്ള ഉമ്മൻചാണ്ടിയുടെ മകനാണ്. നമുക്കറിയാം, മുരളീധരന്റെ ഒക്കെ ഗോഷ്ഠി ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കക്കൂസി പോയിരിക്കുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉള്ള രീതിയിലുള്ള ഒരു മുഖമായിട്ട് ലോകത്തുള്ളവനെല്ലാം പുച്ഛിച്ച് കാര്യം പറയുന്ന മുരളീധരനെയൊക്കെ അറിയത്തില്ല ആദ്യത്തെ നമുക്കറിയാം. അപ്പൊ അത്തരത്തിലൊന്നും വന്നിട്ടില്ല. അദ്ദേഹം ഒരു നല്ല ഡൽഹിയിൽ പഠിക്കാൻ പോകുന്നു, സുപ്രീം കോടതിയിൽ ഒരു നല്ല പ്രാക്ടീസറായിട്ട് നിൽക്കുമ്പോഴാണ് ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ വരുമോ അല്ലെങ്കിൽ അത്തരത്തിൽ താല്പര്യം പോലും പ്രകടിപ്പിക്കാത്ത അച്ഛന്റെ രാഷ്ട്രീയ അല്ലെങ്കിൽ അത് പ്രയോജനപ്പെടുത്താൻ താല്പര്യമില്ലാത്ത മാറി നിന്നിരുന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യാൻ മനോരമ ഉൾപ്പെടെ ഉള്ളതൊക്കെ കാണും അദ്ദേഹം വന്നു കഴിഞ്ഞു. പക്ഷെ അതിനൊന്നും അദ്ദേഹം ആ സാധ്യതയിലൊന്നും നിന്നു കൊടുത്തില്ല. ഡൽഹിയിൽ പോയിരുന്നു, പഠിക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ കാര്യം നോക്കുന്നു. ഒരുപക്ഷെ പിന്നത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ അല്ലെങ്കിൽ വീട്ടുകാര്യം നോക്കാൻ അതിന് താല്പര്യം എടുക്കാത്ത ഒരു ഉമ്മൻചാണ്ടിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വീട് പണി പൂർത്തീകരിക്കാത്ത ഒരു ഉമ്മൻചാണ്ടി, പൊതുജനത്തിന് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ചിരുന്ന ഒരു ഉമ്മൻചാണ്ടി. പല രാഷ്ട്രീയ നേതാക്കന്മാരെയും പരിശോധിക്കുമ്പോൾ സ്വന്തം മക്കളെയും അല്ലെങ്കിൽ സമ്പത്തും സമ്പാദിക്കാൻ നിന്നപ്പോൾ ഉമ്മൻചാണ്ടി സമ്പാദിച്ചു എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടിയെ പറ്റി മരിച്ചതിന് ശേഷം പല ചർച്ചകളും വരുമ്പോൾ പരിശോധിക്കുമ്പോൾ ഉമ്മൻചാണ്ടി ഒന്നും സമ്പാദിച്ചിരുന്നില്ല, അവർക്ക് വേണ്ടി ഒന്നും നേടിക്കൊടുത്തിരുന്നില്ല. ഈ ചാണ്ടി ഉമ്മൻ കല്യാണം കഴിച്ചിട്ടില്ല, എന്തറിയാം. നമ്മളെല്ലാം പറയും പുള്ളിയുടെ താല്പര്യമില്ലായ്മ കൊണ്ടാണ്, അല്ല അതിനുള്ള സാഹചര്യം ഉരുത്തിരിച്ചു കൊടുത്തിരുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള അതിന് ശ്രദ്ധിച്ച് ആ കാര്യം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഒരു ഉമ്മൻചാണ്ടി അത്തരത്തിൽ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് വേണം കരുതാൻ. അദ്ദേഹത്തെ കുറ്റം പറയല്ല. അദ്ദേഹം പൊതുജനത്തിന്റെ താല്പര്യം ആരും അറിയാതെ വ്രതം പോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സാധിച്ചു കൊടുത്ത് നിർവൃതി അടഞ്ഞിരുന്ന യഥാർത്ഥ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ചർച്ചയാകുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ശവകുടീരത്തിൽ ഇപ്പോഴും പുഷ്പമിടാനും അല്ലെങ്കിൽ അതിൽ ഇവിടെ ചെന്ന് തൊഴാനും, അല്ലാതെ വലിയ വലിയ ആൾക്കാരുടെ ശവകുടീരത്തിൽ പോയി തൊഴാനും ഇപ്പോഴും ആളുണ്ട്. അറിയാം എത്ര നാളായി. മരിച്ചതിന് ശേഷം ശവസംസ്കാരം നടത്തി ആൾ ഫോട്ടോ എടുത്തിട്ട് പിരിഞ്ഞു പോകുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും അത്തരത്തിൽ ആൾക്കാരും ഉള്ളപ്പോൾ ഒരു ഉമ്മൻചാണ്ടിയുടെ ശവകുടീരത്തിൽ ഇപ്പോഴും മെഴുകുതിരി കത്തിക്കാനും ഒരു പക്ഷേ അദ്ദേഹത്തെ സ്മരിക്കാനും അദ്ദേഹം ചെയ്തു കൊടുത്ത സഹായം അനുഭവിച്ചിട്ടുള്ളവർ കണ്ണുനീരോടുകൂടി അവിടെ ഉണ്ട്. അപ്പം ഈ ചാണ്ടിയുമ്മൻ എന്ന് പറയുന്ന ആളുടെ സ്വഭാവമാണ്. പക്ഷെ ചാണ്ടിയുമ്മൻ രാഷ്ട്രീയം ഒരു ദിവസം കൊണ്ട് പഠിച്ചു. ഒരു ദിവസം കൊണ്ടല്ല, ഒരു 48 മണിക്കൂറിനും 56 മണിക്കൂറിനും അകത്ത് ചാണ്ടിയുമ്മൻ കേരള രാഷ്ട്രീയം പഠിച്ചു, ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയം പഠിച്ചു, കേരളത്തിന്റെ ജനമനസ്സിൽ എങ്ങനെ എത്തിച്ചേരാമെന്ന് പഠിച്ചു. ഞാൻ പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ തലയ്ക്കൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് അങ്ങ് കോട്ടയത്ത് ഉമ്മൻചാണ്ടിയുടെ വസതിയിൽ അല്ലെങ്കിൽ പള്ളിയിൽ ആ ഖബർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടത്തുന്ന ആ സമയം വരെ തലയ്ക്ക് നിന്ന ആ ചാണ്ടിയുമ്മൻ ഒരു നൂറ്റാണ്ട് കൊണ്ട് പഠിക്കേണ്ട രാഷ്ട്രീയം പഠിച്ചു എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കാൻ തന്നെയാണ് എനിക്ക് ഇഷ്ടം. കാരണം ആ മനുഷ്യൻ ഒരുപക്ഷെ ഈ പറയുന്ന ചാണ്ടിയുമ്മനോ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കൾക്കോ ഒന്നും അറിയാത്ത രീതിയിലേക്ക് ജനത്തിനകത്ത് ഇറങ്ങി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ജനസേവകൻ എങ്ങനെ ആയിരിക്കണം എന്നത് മാത്രം വ്രതമാക്കി നടന്നതുകൊണ്ടാണ് ആരും പറയാതെ 2.5 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് ഒരു ശവം കോട്ടയത്ത് എത്തിക്കാമെന്നും അതിനുശേഷം അതിന്റെ സംസ്കാരം നടത്താമെന്നും വിചാരിച്ചിരുന്ന
കോൺഗ്രസ്സുകാർ പോലും ഞെട്ടി, പ്രതിപക്ഷവും ഞെട്ടി, ജനം തെരുവിലിറങ്ങി ഒരു നോക്ക് കാണാൻ. ആ തലയ്ക്കൽ നിന്ന് ചാണ്ടി ഉമ്മൻ ഒരു ഉമ്മൻചാണ്ടി ഈ എങ്ങനെ ജനം കാണുന്നു എന്ന് മനസ്സിലാക്കി ഒരു പൊതുപ്രവർത്തകനായാൽ മാത്രം മതി അയാളെ ഒരിക്കലും ഈ പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് മാറ്റി നിർത്താൻ. അല്ലെങ്കിൽ കോൺഗ്രസിന് ഇപ്പോൾ മുഖ്യമന്ത്രിമാരെ തിരയുന്നു, മത്സരിക്കുന്ന സ്ഥാനത്ത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിട്ട് ചാണ്ടി ഉമ്മന്റെ പേര് പറഞ്ഞാൽ ഒരു പ്രവർത്തനവുമില്ലാതെ, അല്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആകട്ടെന്ന് തീരുമാനിച്ച് ജനം കോൺഗ്രസിനെ ജയിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ചാണ്ടി ഉമ്മന്റെ ഇപ്പോഴത്തെ പ്രവർത്തനം മുന്നോട്ട് പോയാൽ സാധിക്കും എന്നാണ് നമുക്ക് കരുതാൻ സാധിക്കുന്നത്. അതായത് നിമിഷപ്രിയ, ഈ നിമിഷപ്രിയ എന്നാണ് വെളിയിൽ വന്നതെന്നുള്ളതിനെ പറ്റി അറിയാമോ? നിമിഷപ്രിയ റഹീം എന്ന് പറയുന്ന അവിടെ കാറിനകത്ത് വെച്ച് ഡ്രൈവറായിട്ടിരുന്ന ഒരു കുട്ടിയുടെ അബദ്ധത്തിൽ നടന്ന ഒരു കൊലയാണെന്ന് പറയുന്നു, പർപ്പസ്ഫുള്ളി കൊന്നതാണെന്ന് പറയുന്നു, ഗൂഢാലോചന ഉണ്ടെന്ന് പറയുന്നു. ഏതായാലും അദ്ദേഹത്തെ അവിടെ വെളിയിൽ വിടുന്നു, അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിക്കുന്നു. ഇതുപോലെ മോചനദ്രവ്യം കൊടുത്ത് അദ്ദേഹത്തെ കൊലയ്ക്കകത്തു നിന്ന് വെളിയിൽ കൊണ്ടുവരുന്ന സമയത്ത് മാത്രമാണ് നിമിഷപ്രിയ എന്ന് പറയുന്ന വ്യക്തിയെ അതിനോട് തുലനം ചെയ്ത് മത്സരിച്ച് എന്തുകൊണ്ട് നിമിഷപ്രിയ രക്ഷിക്കാൻ ആളില്ല എന്നൊക്കെ രീതിയിലേക്ക് വന്ന് നിമിഷപ്രിയയുടെ വിഷയം ഈ മാധ്യമങ്ങളിൽ ചർച്ചയാണ്. അതുവരെ ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന വ്യക്തി മാധ്യമങ്ങളിൽ ചർച്ചയല്ല, നമ്മൾ ഈ മനസ്സിലാക്കണം. പക്ഷെ അപ്പോഴും ഉമ്മൻചാണ്ടിയുടെ പുറകിൽ നിമിഷപ്രിയ ഉണ്ട്. ഉമ്മൻചാണ്ടിയുടെ മനസ്സിൽ നിമിഷപ്രിയാണ്. ഉമ്മൻചാണ്ടി അതിന്റെ മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വയ്യാതെ കിടക്കുമ്പോഴും സംസാരിക്കാൻ പറ്റാത്തപ്പോഴും ഉമ്മൻചാണ്ടി നിരന്തരം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ മാധ്യമങ്ങളൊക്കെ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ശ്രമിക്കുന്നു, കാന്തപുരം ശ്രമിക്കുന്നു, രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം അഭിപ്രായം പറയുന്നു. പക്ഷെ ഇത് ഈ ലൈം ലൈറ്റിൽ വരുന്നതിന് മുമ്പും എല്ലാ കാര്യങ്ങൾക്കകത്തും ഇടപെടുന്നത് പോലെ ഇടപെടാൻ കിട്ടിയ ഒരു കാര്യം, ആ കാര്യത്തിനകത്ത് ഏതെല്ലാം അറ്റം വരെ പോകാൻ പറ്റുമോ ആ അറ്റം വരെ പോയി ആ നിമിഷപ്രിയയെ രക്ഷപ്പെടുത്തുന്നതിന് ഉമ്മൻചാണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ആഗ്രഹം സാധിക്കാതെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ആ ഉദ്യോഗവുമായിട്ട് ചാണ്ടി ഉമ്മൻ ഇറങ്ങുന്നു. ചാണ്ടി ഉമ്മൻ ഇത് നേരത്തെ തന്നെ എഴുതി കൊടുത്തിരുന്നു, നിമിഷപ്രിയക്ക് എത്ര രൂപ വേണമെങ്കിലും ഞാൻ കണ്ടെത്തി കൊടുക്കാം, അവരെ രക്ഷപ്പെടുത്തണം. രാഷ്ട്രീയ ഇടപെടൽ നടത്തിക്കൊണ്ടേയിരുന്നു. പക്ഷെ ആ രാഷ്ട്രീയ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവരെ വധിക്കുന്ന രീതിയിലേക്കുള്ള അല്ലെങ്കിൽ തീരുമാനം വരുന്നത്. ആ തീരുമാനം വന്നതിന് ശേഷം വീണ്ടും ചാണ്ടി ഉമ്മൻ, നമ്മൾ ഇപ്പോഴത്തെ വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത്, കാന്തപുരത്തിനെ പോയി കാണുന്നു, കാന്തപുരത്തിനെ കൊണ്ട് ഇടപെടിയിക്കുന്നു, അല്ലെങ്കിൽ ഗവർണറെ കാണുന്നു, അദ്ദേഹത്തിന്റെ അമ്മയുടെ ഗവർണറെ കൊണ്ട് ഇടപെടിയിക്കുന്നു, രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാം രാഷ്ട്രീയത്തിന് അപ്പുറമായിട്ട് നിന്ന് അതിനുവേണ്ടി ഇടപെടിയിക്കുന്നു, അതിനുവേണ്ടിയുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് അദ്ദേഹത്തിന്റെ അച്ഛൻ പിന്തുടർന്ന പാത ഒരു പക്ഷേ മനസ്സിലാക്കുമ്പോൾ ഈ ചാണ്ടി ഉമ്മൻ MLA ആയതിനു ശേഷം വെളിയിൽ വലിയ മാധ്യമങ്ങളുടെ മുഖത്തൊന്നും ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ആ നിയോജക മണ്ഡലത്തിലെ ആൾക്കാരുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ട് ഉമ്മൻചാണ്ടിയോളം എത്തിയില്ലെങ്കിലും ഉമ്മൻചാണ്ടിയുടെ പാത പിന്തുടരുന്ന ഒരു ചാണ്ടി ഉമ്മനെയാണ് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ഇതിനകത്ത് ഇടപെട്ടു, ഈ പറയുന്ന ഗവർണറെ കണ്ടു, കാന്തപുരത്തെ കാണുന്നു, അവിടെ അതുപോലെ യമനിലെ മതമേലധ്യക്ഷന്മാരെ കാന്തപുരത്തെ കൊണ്ട് വിളിപ്പിക്കുന്നു. മതമേലധ്യക്ഷന്മാർ ഇടപെട്ടാൽ മാത്രം, അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാർ കോടതിയുടെ ജഡ്ജിമാരിയ്ക്കുന്നിടം, അപ്പം ആ രീതിയിലേക്കുള്ള ഒരു ഇടപെടി അവിടെ വേണ്ടി വരും, എത്ര രാഷ്ട്രീയപരമായിട്ട് ഇടപെട്ടാലും. മാത്രമല്ല നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഇടപെടുന്നു, അത് ഇറാൻ വഴി ഇടപെടുന്നു, നമുക്ക് ഡയറക്റ്റ് ഇടപെടാൻ പറ്റുന്ന നയതന്ത്ര ബന്ധമില്ല, അവിടെ ഇല്ല. അപ്പൊ അതിനകത്ത് രണ്ടാക്ഷേപമൊക്കെ വരുന്നെങ്കിലും ആരിടപെട്ടാലും നമ്മൾക്ക് വേണ്ടത് നിമിഷപ്രിയയുടെ ജീവനാണ്. കാരണം യമൻ പോലെയുള്ള രാജ്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ എത്ര പറഞ്ഞാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഹൂത്തി വിമതരും ഹൂത്തികൾ അല്ലെങ്കിൽ മതമൗലികവാദികൾ അല്ലെങ്കിൽ മതരാഷ്ട്രം, മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളെ പോലും അംഗീകരിക്കാത്ത പ്രത്യേക ഗോത്ര സംസ്കാരവും അവരുടെ ആചാരങ്ങളും അവരുടെ മതമേലധ്യക്ഷന്മാരും നിയന്ത്രണത്തിലുള്ള ഒരു രാജ്യമാണ്. അപ്പം ഈ പറയുന്ന മരിച്ചുപോയ തലാഖ് അല്ലെങ്കിൽ ആ മുസ്ലിമും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ഗോത്രവിഭാഗത്തിന്റെ ആളാണ്, അവർക്ക് അവരുടേതായ ആചാരങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് അവരുമായിട്ട് സംസാരിക്കണം രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ തലവന്മാരോ ഒന്നും സംസാരിച്ചാൽ അവർ സംസാരിക്കണമെങ്കിൽ അവരോട് സംസാരിക്കാൻ പറ്റിയ മതമേലധ്യക്ഷന്മാർ അവർ അംഗീകരിക്കുന്നവരുണ്ടാവും. ഒരുപക്ഷെ അതിനകത്ത് കാന്തപുരത്തിന്റെ ഇടപെടലിൽ ആ രീതിയിൽ സഹായിച്ചിട്ടുണ്ടാവും.
അതുകൊണ്ട് തന്നെ അവിടുത്തെ MLA മതമേലധ്യക്ഷൻ ഏതോ ഈ മതമേലധ്യക്ഷൻ ഇന്നലെ ഉമ്മൻചാണ്ടി പറഞ്ഞതുപോലെ പ്രമുഖ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമർ സിംഗ് ഹബീദുൾ അയാളുമായിട്ടാണ് ഈ പറയുന്ന കാന്തപുരം സംസാരിച്ചത്. അതുകൊണ്ടാണ് ഇതിനകത്തൊരു ഇടപെടലിനകത്തും നമ്മൾ ഈ പറഞ്ഞതുപോലെ സുപ്രീം കോടതി ഇടപെടലിനകത്തും ഇന്ത്യയുടെ ഇടപെടലിനകത്തും കൂട്ടായ ഒരു ഇടപെടലൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു വ്യവസായിയുമായിട്ട് ഈ പറയുന്ന ചാണ്ടി ഉമ്മൻ വളരെ കൃത്യമായിട്ട് ഈ റിയാദിലെ വ്യവസായി സാജൻ ലത്തീഫ് അദ്ദേഹത്തിന് ഇടപെടാൻ പറ്റുന്ന ഒരു വലിയ വ്യവസായിയാണ്. അദ്ദേഹത്തെ ഇടപെടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞത് കാന്തപുരം ഇടപെട്ടു ചെറുതായിട്ട് കാണണ്ട, അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടാവട്ടെ. അദ്ദേഹം ഇന്നലെയും പറഞ്ഞു, ഞാനൊരു മനുഷ്യനാണ്, ഞാനൊരു മതപണ്ഡിതനാണ്, മതേതര രീതിയിൽ ചിന്തിക്കുന്നു, എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും. അതിനകത്ത് മത്സര ബുദ്ധിയോട് കൂടിയും അല്ലെങ്കിൽ വേറെ ആരുടെയൊക്കെ താല്പര്യത്തോടു കൂടിയും വേണ്ട. കാന്തപുരം അല്ല ഇടപെട്ടത്, ഗവൺമെന്റ് ആണ് ഇടപെട്ടത്, അവിടുത്തെ വക്കീൽ പറഞ്ഞു, ഇവിടുത്തെ വക്കീൽ, ഈ രീതിയിലുള്ള വാർത്ത നമുക്കൊന്നും അറിയണ്ട. കാന്തപുരം ഇടപെടട്ടെ, ചാണ്ടി ഉമ്മൻ ഇടപെടട്ടെ, അല്ലെങ്കിൽ ഇവിടുത്തെ എംപിമാരെല്ലാം ഇടപെടട്ടെ. ഒരു ജീവന് വേണ്ടി ആരൊക്കെ ശ്രമിക്കുക അവരൊക്കെ ശ്രമിക്കട്ടെ. ഇന്ത്യ ഗവൺമെന്റ് ഒന്നിച്ചിടപെടട്ടെ. മത്സര ബുദ്ധി, അവരുടെ ജീവിതം പരസ്പരം മത്സരിക്കാനല്ല, ആരിടപെട്ടു തീർത്തു എന്നുള്ളതിനെ പറ്റി ഉള്ള ഒരു തീരുമാനമല്ല. എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് മത്സരിക്കട്ടെ, മത്സരിച്ചിട്ട് അവരുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവട്ടെ. അപ്പൊ നമ്മൾ ഈ മനസ്സിലാക്കേണ്ടത്, മറ്റ് രാഷ്ട്രീയക്കാർക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ചില MPമാരും MLAമാരും ഉണ്ടാവും. ഇവരൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പബ്ലിസിറ്റിക്ക് വേണ്ടി, എന്ത് ചെയ്താലും പബ്ലിസിറ്റിക്ക് വേണ്ടി നിൽക്കുന്ന ഒരിടത്ത് ചാണ്ടി ഉമ്മൻ വ്യത്യസ്തനാകുന്നു. സ്വന്തം അച്ഛന്റെ പാതയിൽ കൂടെ നടക്കാൻ ശ്രമിക്കുന്നു. മാധ്യമങ്ങളിൽ കൂടി ഒന്നും ഉള്ള ഒരു പ്രചരണത്തിന് തയ്യാറാവാതെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടിയുടെ അതേ പ്രവർത്തനത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തനം. അപ്പൊ കോൺഗ്രസ്സുകാർ ഒരു കാര്യം ഇതിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് പറയാം, നന്മമരത്തിന്റെ കൂടുതൽ കാന്തപുരത്തിന്റെ കൂടെ ജനം അദ്ദേഹത്തെ കൂട്ടിക്കെട്ടിക്കോളും, ജനം അത് തിരിച്ചറിഞ്ഞുകൊള്ളും, ജനം ചർച്ച ചെയ്തോളും, ജനത്തിന് ഇതൊക്കെ മനസ്സിലാവും, ജനം തേടി പിടിച്ചോളും. അതാണ് ചാണ്ടി ഉമ്മനും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ശവസംസ്കാരത്തിന് ശേഷം നമ്മൾ കണ്ടതും. ജനം ഇതൊന്നും മറക്കത്തില്ല, അവർക്ക് ചെയ്ത കാര്യങ്ങൾ അവർ ഓർത്തിരിക്കും. അപ്പം ഇതിനകത്ത് മത്സര ബുദ്ധിയോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് വലിയ പബ്ലിസിറ്റി കൊടുക്കുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരയ്ക്കും മത്സരിക്കുന്ന, ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി വ്യാജ ഗോസിപ്പുകൾ ഉണ്ടാക്കുന്ന രാഷ്ട്രീയക്കാരെ മാറ്റി നിർത്തി നാളെ കാലത്തെ കോൺഗ്രസിന് അധികാരത്തിൽ വരണമെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ പല പാർട്ടികളെയും പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ പല പാർട്ടികൾക്കകത്തും ഇല്ലാതാകുന്ന ഒരു ജനുസ്, അതായത് ജനങ്ങളുടെ ഇടയിൽ, ജനത്തിന്റെ മനസ്സിൽ ജനം ഏറ്റെടുക്കുന്ന ഈ പറയുന്ന നേതാക്കന്മാർ ഓരോ പാർട്ടിയിലും ഇല്ലാതാകുമ്പോൾ, ഇതുപോലെ ജനത്തിന്റെ ഇടയിലേക്ക് ജനത്തിന്റെ വിഷയം മാത്രം ആലോചിച്ച് നിൽക്കുന്ന നേതാക്കന്മാരെ കണ്ടെത്തി നിങ്ങളുടെ നേതൃത്വം അവരുടെ കൈകളിലാണെന്ന് ജനത്തെ ബോധ്യപ്പെടുത്തിയാൽ നിങ്ങൾക്ക് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി പ്രയാസമുണ്ടാകില്ല. അതുകൊണ്ടാണ് ഈ കോൺഗ്രസിനകത്ത് പലവട്ടം അടിയുണ്ടാവുമ്പോൾ കരുണാകരൻ നേതൃത്വം കൊടുക്കുമ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. പലവട്ടം ഉണ്ടാകുമ്പോൾ ഇന്നത്തെ കൊടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുക്കുമ്പോൾ ഈ പറയുന്ന കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഓരോ വ്യക്തിയിലും ഈ ജനം പ്രതീക്ഷിക്കുന്നു, യുവന്മാർ അവിടെ കിടന്നടിക്കട്ടെ, കരുണാകരനാകുമല്ലോ മുഖ്യമന്ത്രി, എന്നാൽ കോൺഗ്രസിനെ ജയിപ്പിക്കാം. യുവന്മാർ അവിടെ കിടന്നടിക്കട്ടെ, ഉമ്മൻചാണ്ടി ആകുമല്ലോ മുഖ്യമന്ത്രി, എന്നാൽ കോൺഗ്രസിനെ ജയിപ്പിക്കാം. അതേ രീതിയിൽ ജനത്തിന് താല്പര്യമുള്ള ഒരു നേതാവ്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന നേതാക്കന്മാരെ തിരഞ്ഞു നടക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിൽ നേതാക്കന്മാരെ മറച്ചു പിടിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ, മറച്ചു പിടിച്ചാൽ നിങ്ങൾക്ക് നാളെ കാലത്തെ അധികാരത്തിൽ വരത്തില്ല. കോൺഗ്രസിന്റെ കാര്യം ചാണ്ടി ഉമ്മന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞു. എല്ലാ പാർട്ടിയുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ജനത്തിന്റെ ഇടയ്ക്ക് യഥാർത്ഥ ജനസേവനം നടത്തുന്നവരുണ്ടെങ്കിൽ അവരെ ജനം തിരിച്ചറിയും. അവർ ഈ ഓരോ പാർട്ടികളുടെയും ഭാഗമായിട്ട് നിന്നാൽ ആ പാർട്ടി അധികാരത്തിൽ വരും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് തോന്നിയിട്ടുള്ളത്, ഉമ്മൻചാണ്ടിയുടെ പുനർവായന തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ്. അതായത് എനിക്ക് തോന്നുന്ന ചാണ്ടി ഉമ്മൻ അച്ഛന്റെ പാത പിന്തുടർന്ന് ജനമനസ്സുകളിൽ ഒരുപക്ഷെ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സംസാരം പോലും ഉമ്മൻചാണ്ടിയുടെ കൂട്ടാണ്. ആ വിക്കും ആ ശൈലിയും ആ ഛായയും നമ്മൾ ഈ പറയുന്ന ചാണ്ടി ഉമ്മൻ, അത് നമുക്ക് പ്രതീക്ഷിക്കാം. നാളെ കാലത്തെ കേരളത്തിനകത്ത് ഒരു ജനസമ്മതിയുള്ള അല്ലെങ്കിൽ മനുഷ്യ സ്നേഹിയായിട്ടുള്ള ഒരു കോൺഗ്രസ്സുകാരനെയും കൂടി പ്രതീക്ഷിക്കാം. ഒരു നന്മ മരം കൂടിയാണ് ഈ കാന്തപുരത്തിന്റെ കൂടെ നമ്മൾ പറയുമ്പോൾ. കാന്തപുരത്തിന്റെ കാര്യം പറയട്ടെ, അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. ഒരു ചെറിയ ഇടപെടലിൽ പോലും ഉണ്ടെങ്കിൽ അതിനെ കുറച്ച് കാണാൻ സാധിക്കത്തില്ല. അതിനകത്ത് മത്സര ബുദ്ധിയോടുകൂടി മാധ്യമങ്ങൾ സംസാരിക്കുന്നു. കാന്തപുരം ഇടപെട്ടത് കൊണ്ടല്ല, കാന്തപുരം ഇടപെട്ടത് കൊണ്ടാണോ അല്ലയോ എന്നുള്ളതല്ല, കാന്തപുരം ഇടപെട്ടോ എന്നുള്ളതാണ് നമ്മുടെ പ്രസക്തമായ പ്രശ്നം. വേറെ ആരും ഇടപെട്ടില്ലല്ലോ, കാന്തപുരം ഇടപെട്ടല്ലോ. അത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് പലരും ഇടപെട്ടു. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ മകൻ
ചാണ്ടി ഉമ്മൻ ഇടപെടുന്നത് പോലെ ആ കാര്യത്തിനകത്ത് ഒരു പേരും എനിക്ക് വേണ്ട, ആ ജീവൻ തിരിച്ചെടുത്താൽ മതി, എന്റെ അച്ഛൻ ശ്രമിച്ച പാതയിൽ ഒരു പബ്ലിസിറ്റിയും എനിക്ക് വേണ്ട എന്ന് പറയുന്ന നിസ്വാർത്ഥമായിട്ടുള്ള ഒരു സേവനം. അവിടെയാണ് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന പൊതുപ്രവർത്തനയെ നമ്മൾ അംഗീകരിക്കേണ്ടത്, അംഗീകരിച്ചു കൊടുക്കേണ്ടത്. ജനം അദ്ദേഹത്തെ അംഗീകരിക്കുക തന്നെ ചെയ്യും എന്നാണ് നമ്മൾക്ക് ഇതുവരെയുള്ള പല പ്രവർത്തനത്തിൽ നിന്നും പലരുടെയും ജനം അംഗീകരിച്ച ഈ രീതികളിൽ നിന്നും മനസ്സിലാവും. യെസ്, അതാണ്. എന്തായാലും ചാണ്ടി ഉമ്മനും കൂടി നിമിഷപ്രിയയുടെ മോചനത്തിനായി അശ്രാന്തം പരിശ്രമിക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ. അത്തരത്തിലാണ് അദ്ദേഹം നടത്തുന്ന ഓരോ നീക്കവും. കാന്തപുരത്തിനെ പോലെ തന്നെ ചാണ്ടി ഉമ്മന്റെ പേരും നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഉയർന്നു കേൾക്കേണ്ടുന്ന ഒന്നാണ്. പലപ്പോഴും മാധ്യമങ്ങളിൽ നിന്ന് എന്തുകൊണ്ടോ പല കാരണങ്ങൾ കൊണ്ട് അത് വിട്ടുപോകുന്നു എന്നുള്ളതാണ്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.